കഥ തുടങ്ങുന്നത് ഒരു വിവാഹവേദിയിലാണ്. ബിയാൻ എന്ന വധുവും താരി എന്ന പെൺകുട്ടിയുമായുള്ള വിവാഹമാണ്. ഒരു ചെറിയ പള്ളിയിൽ വെച്ചാണ് ഇരുവരും വിവാഹം ചെയ്യുന്നത്. താരി വളരെയധികം സന്തോഷത്തിലാണ്. താരിയുടെ കുടുംബവും ബിയാന്റെ കുടുംബവും വളരെയധികം സന്തോഷത്തിലാണ്. എന്നാൽ ബിയാന് ഒട്ടും താല്പര്യമില്ലാതെയാണ് ഈ കല്യാണത്തിന് തയ്യാറായത്. ബിയാന്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വേണ്ടി മാത്രമാണ് ബിയാൻ ഈ കല്യാണത്തിന് സമ്മതം അറിയിച്ചത്. വിവാഹ ചടങ്ങുകൾക്ക് ശേഷം താരിയും ബിയാനും അവരുടെ വീട്ടിലെത്തി. എത്തിയയുടൻ ബിയാൻ അവൾക്ക് നേരെ ഒരു പേപ്പർ വെച്ചു നീട്ടി. എന്താണിതെന്ന് ചോദിച്ചപ്പോൾ ഇത് നമ്മുടെ വിവാഹ എഗ്രിമെൻ്റ് ആണെന്ന് പറഞ്ഞു. വിവാഹ എഗ്രിമെൻറ്റോ? അതെ, നമ്മൾ വിവാഹിതരായിരിക്കുന്ന കാലത്തോളം ഈ എഗ്രിമെൻ്റ് വാലിഡ് ആണ്. എനിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, സാറ. അവളുമായി ഞാൻ കുറേ കാലമായി ഇഷ്ടത്തിലാണ്. ഞാൻ നിന്നെ ഒരിക്കലും എൻ്റെ ഭാര്യയായി അംഗീകരിക്കില്ല. നമ്മൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരൊന്നുമല്ലല്ലോ. മുകളിൽ ഒരു റൂമുണ്ട്, അതെൻ്റെ റൂമാണ്. താഴെ നിനക്ക് ഉപയോഗിക്കാം. ഒരു കാരണവശാലും നീ എൻ്റെ കാര്യങ്ങളിലോ എൻ്റെ റൂമിലോ വരാൻ പാടില്ല. എൻ്റെ ഒരു ആവശ്യങ്ങൾക്കും ഞാൻ നിന്നെ വിളിക്കാറില്ല. നിൻ്റെ ഒരു ആവശ്യങ്ങൾക്കും നീ എന്നെയും വിളിക്കണ്ട. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നും ബിയാൻ പറഞ്ഞു. ഇതെല്ലാം കേട്ട് താരി ചോദിച്ചു, നിനക്ക് വിവാഹം വെറും ഒരു കുട്ടിക്കളിയാണോ? നീ എൻ്റെ വീട്ടുകാരെ കുറിച്ച് ആലോചിച്ചോ? നിൻ്റെ വീട്ടുകാരെ കുറിച്ച് ആലോചിച്ചോ? നിനക്ക് റിലീജിയസ് കോഡ് എവിടെയാണെന്ന് അറിയാമല്ലോ. നീ പോയി ഡിവോഴ്സിന് അപ്ലൈ ചെയ്തോ. എനിക്കൊരു പ്രശ്നവുമില്ല എന്നും പറഞ്ഞ് ബിയാൻ മുകളിലത്തെ അവൻ്റെ റൂമിലേക്കായി നടന്നു. വിവാഹ എഗ്രിമെൻറ്റിലേക്ക് നോക്കി താരി സങ്കടപ്പെട്ടിരുന്നു. ഒരുപാട് ആഗ്രഹിച്ചാണ് താരി ഈ വിവാഹത്തിനൊരുങ്ങിയത്. അതിങ്ങനാവുമെന്ന് താരി ഒട്ടും പ്രതീക്ഷിച്ചതേയില്ല. അങ്ങനെ അവരുടെ എഗ്രിമെൻറ്റിന് പുറത്തുള്ള ജീവിതം ഇവിടെ തുടങ്ങുകയാണ്. ബിയാൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. വലിയ പൊസിഷനിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. എന്നാൽ താരിയാകട്ടെ ഒരു സക്സസ് ബിസിനസ് വുമണാണ്. അതുകൊണ്ട് തന്നെ പല സെമിനാറുകൾക്കും അവൾക്ക് ക്ഷണം വരാറുണ്ട്. അവൾ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാറുമുണ്ട്. ബിയാൻ നല്ലൊരു മതവിശ്വാസിയൊന്നുമല്ല. എന്നാൽ താരിയാകട്ടെ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡിവോഴ്സിൻ്റെ കാര്യം അവൾക്കത് വലിയൊരു തെറ്റായി തന്നെയാണ് ആദ്യം അവൾക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഡിവോഴ്സ് ചെയ്ത് അവൾക്ക് അവിടെ നിന്നും മാറാൻ കഴിഞ്ഞില്ല. അവൾ ബിയാനോട് കൂടെ ആ വീട്ടിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. വളരെ വൈകിയാണ് ബിയാൻ അന്ന് വീട്ടിലേക്ക് എത്തിയത്. നല്ല ഭാര്യ എന്ന നിലയിൽ താരി വിശേഷങ്ങൾ ചോദിച്ചറിയുകയും അതോടൊപ്പം തന്നെ ഭക്ഷണം എടുക്കട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തു. ബിയാൻ ഒരു മറുപടിയും പറഞ്ഞില്ല. താരി അവൻക്കൊപ്പം മുകളിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ, നിന്നോട് ഞാൻ പറഞ്ഞിട്ട് അതെൻ്റെ പ്രൈവറ്റ് സ്പേസ് ആണെന്ന്, അവിടെ ആർക്കും കയറാൻ അവകാശമില്ലെന്നും. അടുത്ത ദിവസം എൻ്റെ ടവൽ കണ്ടോ എന്ന് ചോദിച്ച് ബിയാൻ താരിയുടെ അടുത്തേക്ക് വന്നു. അതെ, ഞാൻ അത് അലക്കിയിട്ടിരിക്കണമെന്ന് താരി മറുപടി നൽകി. പിന്നാലെ അത് അവൻക്ക് നൽകുകയും ചെയ്തു. ഉടനെ ബിയാൻ ചോദിച്ചു, ഇന്നലെ നമ്മുടെ സെർവൻ്റ് എത്തിയില്ലേ എന്ന്. ഇല്ല, ഇന്നലെ വീട്ടുജോലി മുഴുവൻ ഞാനാണ് ചെയ്തതെന്നും താരി പറഞ്ഞു. ഉടനെ നീ ക്ലീനിങ് സർവീസിനെ വിളിക്കണമെന്നും അതിനുള്ള ക്യാഷ് ഞാൻ പേ ചെയ്തോളാം എന്നും. അന്ന് റെഡിയായി ബിയാൻ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ താരി ഭക്ഷണവുമായി വന്നു. താരി നൽകിയ ഭക്ഷണം രാവിലെ അവൻ കഴിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അത് പൊതിഞ്ഞ് ഓഫീസിലേക്ക് കൊടുത്തയക്കുകയായിരുന്നു. പക്ഷേ അതും ബിയാൻ നിരസിച്ചു. അന്ന് ഈവനിങ് ബിയാൻ സാറയെ കാണാൻ പോയി. നിങ്ങൾക്കിടയിലെ ഒരു തേർഡ് പേഴ്സണായി നിൽക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ലെന്ന് സാറ പറഞ്ഞു. നമ്മുടെ പ്രണയവും വിവാഹ പദ്ധതികളും എല്ലാത്തിനും തടസ്സം നിൽക്കുന്നത് അവളാണ്. ഒരു വർഷമെങ്കിലും നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അവളെ ഞാൻ ഉപേക്ഷിച്ച് നിന്റെ അടുത്തേക്ക് തന്നെ തിരികെ വരുമെന്ന് ബിയാൻ സാറയ്ക്ക് വാക്ക് നൽകി. ബിയാനോടുള്ള സാറയുടെ ഇഷ്ടത്തിന് പുറത്ത് അവർ സമ്മതം മൂളി. ബിയാൻ സാറയെ അവിടേക്ക് അടുപ്പിച്ചു. താരിയുടെ ഒറ്റ സുഹൃത്തായിട്ടുള്ള ആമിയോട് അവളുടെ വിവാഹ ജീവിതത്തിലെ അസ്വാരസ്യങ്ങളെക്കുറിച്ച് താരി പറഞ്ഞ് സങ്കടപ്പെടുകയായിരുന്നു.
നിന്റെ ഭർത്താവ് നിന്റെ ഒരു കാര്യങ്ങളിലും ശ്രദ്ധിക്കാറില്ലല്ലോ. അപ്പോൾ നീ ഇത് വലിയ ഗൗരവമായി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ഡിവോഴ്സാണ് വേണ്ടതെങ്കിൽ അത് നിനക്ക് നൽകിക്കൂടെ? നീ ഡിവോഴ്സിന് തയ്യാറാവ്. പക്ഷെ താതി പറഞ്ഞ് അതൊന്നും ഇത്ര എളുപ്പമുള്ള കാര്യമല്ല, ഇതെല്ലാം തെറ്റല്ലേ എന്ന്. അപ്പോൾ ആമി തിരിച്ചു ചോദിച്ചു, നീ ഇല്ലാത്ത സമയം മുഴുവനും അവൻ അവൻ്റെ ഗേൾഫ്രണ്ടുമായി ആയിരിക്കും ഒന്നിച്ച് സമയം ചിലവഴിക്കുന്നത്. മറുഭാഗത്ത് ആമി പറഞ്ഞ പോലെ തന്നെ ബിയാൻ സാറയ്ക്കൊപ്പമായിരുന്നു. സാറയെ ബിയാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയായിരുന്നു. സാറയ്ക്ക് ഡ്രൈവിംഗ് അറിയില്ലായിരുന്നു. എന്നാൽ കല്യാണത്തിന് മുന്നേ എപ്പോഴും ബിയാൻ തന്നെയാണ് സാറയ്ക്ക് വേണ്ടി ഡ്രൈവ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ബിയാന് അതിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സാറയ്ക്ക് ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കണമെന്നൊരാഗ്രഹം. അതുകൊണ്ട് നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് സാറ സംസാരിക്കുന്നത് അവനോട്. ഇതെല്ലാം കേട്ട് ബിയാൻ പറഞ്ഞു, എന്താവശ്യത്തിനും തനിക്ക് എന്നെ വിളിക്കാം. പുലർച്ചെ ബിയാൻ താതിയുടെ വാതിൽ വന്ന് മുട്ടി. ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് വാപ്പ ക്ഷണിച്ചിട്ടുണ്ടെന്നും നമുക്ക് രണ്ടുപേർക്കും അവിടെ ചെല്ലണമെന്നും ബിയാൻ താതിയോട് ആവശ്യപ്പെട്ടു. എന്താണെന്ന് കാര്യം എന്ന് അന്വേഷിച്ചപ്പോഴാണ് ബിയാൻ പറഞ്ഞത് ഇന്ന് വാപ്പയുടെ പിറന്നാളാണെന്ന്. വാപ്പയുടെ പിറന്നാളായിട്ട് ഞാൻ വാപ്പയ്ക്ക് സമ്മാനമൊന്നും കരുതിയില്ല എന്ന സങ്കടം താതി പറഞ്ഞപ്പോൾ അതൊന്നും സാരമില്ലെന്നും കൂടെ പറഞ്ഞു. അവരെ ഒരിക്കലും എനിക്ക് വിഷമിപ്പിക്കാൻ ആവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ നല്ല ഭാര്യ ഭർത്താക്കന്മാരായി അവയുടെ മുമ്പിൽ അഭിനയിക്കണം. പരസ്പരം കൈകൾ കോർത്ത് നടക്കണം. അങ്ങനെ ബർത്ത്ഡേ ഫംഗ്ഷന് ഇരുവരും കൈകൾ കോർത്ത് ഹാപ്പി കപ്പിൾസിനെ പോലെ അഭിനയിക്കാൻ ബിയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ താതിക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. താതി എല്ലാവരോടും നല്ല രീതിയിലാണ് പെരുമാറിയത്. ബിയാന് അച്ഛനും അമ്മയും ഒരു സഹോദരിയുമാണുള്ളത്. ബിയാൻ്റെ അമ്മ ക്യാൻസർ രോഗിയാണ്. താതി അവരോട് നല്ല രീതിയിൽ പെരുമാറി. അത് കണ്ട് അവർക്ക് വളരെയധികം സന്തോഷമായി. അപ്പോഴാണ് ബിയാൻ്റെ ഒരു കസിൻ അവിടേക്ക് വന്നത്. അവനെ കണ്ട് ബിയാൻ ആകെ അസ്വസ്ഥനായി. കാരണം എന്തെന്ന് താരിക്ക് മനസ്സിലായില്ല. ഉടനെ താരിക്ക് സുഖമില്ലെന്നും അത് താരിയെക്കൊണ്ട് ഏറ്റുപറയിപ്പിച്ച് ഇരുവരും ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ നിന്ന് മടങ്ങി. തിരിച്ചു വരുമ്പോൾ താതി ബിയാനോട് ചോദിച്ചു, ഫംഗ്ഷൻ തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്തിനാണ് തിരിച്ചു മടങ്ങിയതെന്ന്. ബിയാൻ ആദ്യം ഒന്നും മിണ്ടില്ലെങ്കിലും നിങ്ങളുടെ കസിൻ വന്നത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിലും ബിയാൻ പറഞ്ഞു, അതെ, ഞാനും സാറയുമായുള്ള റിലേഷൻ അവൻ അറിയാമെന്ന്. അതിനുശേഷം താതി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ല ഭാര്യയായി അഭിനയിച്ചതല്ലേ എന്ന്, അതിനെനിക്ക് പ്രതിഫലം വേണം. ബിയാൻ ചോദിച്ചു, എന്താണ് നിനക്ക് വേണ്ടത്? ഷൂസോ ബാഗോ ആഭരണങ്ങളോ എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു. താതി പറഞ്ഞ്, എനിക്കതൊന്നും വേണ്ട. എനിക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. അത് വാങ്ങാൻ എൻ്റെ കൂടെ വരണമെന്ന്. ബിയാൻ ആദ്യം എതിർപ്പ് കാണിച്ചെങ്കിലും അവസാനം താതിയോടൊപ്പം ഒന്നിച്ച് ഷോപ്പിംഗ് ചെയ്യാൻ തീരുമാനിച്ചു. ഷോപ്പിങ്ങിന് ശേഷം താതി പറഞ്ഞു, എനിക്കൊരാവശ്യം കൂടിയുണ്ട്. അടുത്തുള്ള ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ നിന്നും എനിക്ക് സുഷി കഴിക്കണമെന്ന്. ബിയാന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും നീ ഓർഡർ ചെയ്തോ, അപ്പോഴേക്കും ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അവൻ കാറിലേക്ക് സാധനങ്ങൾ വെക്കാൻ പോയി. വളരെ സന്തോഷത്തോടെ ഓർഡർ ചെയ്ത ഭക്ഷണത്തിൻ്റെ മുന്നിൽ ബിയാനെ കാത്തിരിക്കുകയായിരുന്നു താതി. ഒത്തിരി നേരം കഴിഞ്ഞിട്ടും ബിയാൻ വരുന്നത് കാണാതായപ്പോൾ ബിയാനെ ഫോൺ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് സാറ ഡ്രൈവ് ചെയ്തപ്പോൾ വാഹനം ഒരു ചെറിയ ആക്സിഡൻറ്റിൽ പറ്റി. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അവിടെ എത്താൻ കഴിയില്ല. ഞാൻ സാറയുമായി ഭക്ഷണം കഴിച്ച ശേഷം വീട്ടിലേക്ക് എത്തിക്കോളാം എന്നും ബിയാൻ അവളോട് പറഞ്ഞു. ബിയാൻ തിരിച്ച് വീട്ടിലേക്കെത്തിയപ്പോൾ താതി വെഡ്ഡിംഗ് എഗ്രിമെൻറ്റുമായി ബിയാനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സാറയെ ഇങ്ങനെ പബ്ലിക്കായി കാണാൻ പോകുന്നത് താങ്കൾ നിർത്തണമെന്ന് താതി ആവശ്യപ്പെട്ടു. അതെന്തിന് ഞാൻ നിർത്തണമെന്നായിരുന്നു ബിയാൻ തിരിച്ചു ചോദിച്ചത്. അതെ, നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ചവരാണ്. വിവാഹം ഒരു കുട്ടിക്കളിയല്ല, വളരെ പരിശുദ്ധമുള്ളതാണെന്നും കൂടെ താതി പറഞ്ഞു. ഈ നമ്മുടെ വിവാഹം ഒരിക്കലും പരിശുദ്ധമുള്ളതല്ല, ഇതൊരു ഫോഴ്സ്ഡ് മാരേജ് ആണെന്നും കൂടി ബിയാൻ പറഞ്ഞു. നമ്മുടെ വിവാഹ എഗ്രിമെൻറ്റിൽ നിങ്ങൾ എനിക്കൊരു വർഷം സമയം തന്നിട്ടുണ്ടല്ലോ. ആ വർഷമെങ്കിലും എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾ ഭാര്യ എന്ന നിലയിലുള്ള എല്ലാ പദവിയും അവകാശങ്ങളും നൽകണമെന്ന് പറഞ്ഞു. ബിയാൻ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് എന്താലോചിക്കാനാണ് ഈ കാര്യത്തിൽ ഉള്ളതെന്ന് താതി ചോദിച്ചപ്പോൾ, നിനക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ കോർട്ടിൽ പോയി നമ്മുടെ ഡിവോഴ്സിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചോ എന്ന് പറഞ്ഞ് ബിയാൻ പോയി.
അടുത്ത ദിവസം ബിയാൻ താഴേക്ക് ഇറങ്ങുമ്പോൾ അവിടെ സെർവൻ്റ് ക്ലീൻ ചെയ്യുകയായിരുന്നു. അവരോട് ഒരൽപ്പം മാറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് താരയോടായി പറഞ്ഞു, ഇനിയൊരിക്കലും സാറയെ ഞാൻ പബ്ലിക്കായി കാണാൻ പോവില്ലെന്ന്. താര തിരിച്ചു പറഞ്ഞു, അഥവാ നിങ്ങൾ സാറയെ കാണാൻ പോയെന്ന് ഞാൻ അറിഞ്ഞാൽ നിങ്ങൾ എനിക്ക് പകരം ക്യാഷ് തരണമെന്നും പറഞ്ഞു. ഓക്കേ എന്ന് ബിയാൻ സമ്മതിച്ചു. ബിയാൻ പുറത്തു പോവാൻ ഒരുങ്ങുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പുറത്തു പോവരുതെന്നും എൻ്റെ അമ്മായിയും അമ്മാവനും ഇപ്പോൾ വരുമെന്നും പറഞ്ഞു. അവർ വരുന്നതിന് ഞാൻ എന്തിന് പുറത്തു പോവാതിരിക്കണമെന്ന് ചോദിച്ചു. അവരെൻ്റെ കുടുംബക്കാരാണ്, അവർ നമ്മുടെ അതിഥികളാണ്, അവരെ റെസ്പെക്റ്റ് ചെയ്യൽ നമുക്ക് അത്യാവശ്യമാണ് എന്ന് താരി പറഞ്ഞു കഴിഞ്ഞതും അപ്പോഴേക്കും അവരവിടെ എത്തിയിരുന്നു. അവർ ഒരു ദിവസം ഇവരുടെ കൂടെ താമസിക്കാനാണ് വന്നത്. ബിയാന് പുറത്തു പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധിച്ചില്ല. അങ്ങനെ അന്നാദ്യമായാണ് ബിയാൻ താരി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നത്. അവന് വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. താരി ചോദിച്ചു, ഭക്ഷണം എങ്ങനെയുണ്ടെന്ന്. അവൻ വളരെ നന്നായിരിക്കുന്നു എന്ന് മറുപടി പറഞ്ഞു. ഈ കാഴ്ച കണ്ട് താരിക്ക് സന്തോഷമായി. താരി ജൂനിയർ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് താരിയുടെ ഉമ്മയും ഉപ്പയും ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെടുകയായിരുന്നു. മക്കളില്ലാത്ത അമ്മാവനും അമ്മായിയുമാണ് താരിയെ പിന്നീട് പഠിപ്പിച്ചതും വളർത്തിയതും. ബിയാനും താരിയും നല്ല രീതിയിലുള്ള വിവാഹ ജീവിതം നയിക്കുന്നു എന്നോർത്ത് അമ്മാവൻ വളരെ സന്തോഷത്തിലാണെന്ന് ബിയാനോട് പറഞ്ഞു. ഇത് ഞങ്ങളുടെ നല്ല തീരുമാനമാണെന്നും പറഞ്ഞു. മറുവശത്ത് അമ്മായിയും താരിയും സംസാരിക്കുകയായിരുന്നു. സംസാരത്തിനിടയിൽ അമ്മായി പറഞ്ഞു, ഇവരുടെ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഇവർ ഒട്ടും സന്തോഷത്തിലല്ലായിരുന്നു. വിവാഹമോചനത്തെക്കുറിച്ച് വരെ ഇവർ ചിന്തിച്ചതായിരുന്നു. പക്ഷെ അത് പിശാച് തുറന്നു തരുന്ന ഒരു വഴിയാണെന്നും പിന്നീട് അവർ മനസ്സിലാക്കി. പിന്നീട് പരസ്പരം ഒരിക്കലും അകലാൻ കഴിയാത്ത രീതിയിലാണ് ഇരുവരും സ്നേഹിച്ചതെന്നും കൂടി അമ്മായി പറഞ്ഞു. അവർ അവിടെ താമസിക്കുന്നത് കൊണ്ട് തന്നെ താരിക്കും ബിയാനും ഒരു റൂമിൽ അന്ന് ഉറങ്ങേണ്ടി വന്നു. കണ്ണടച്ച് കിടക്കുന്ന ബിയാനെ നോക്കിയാണ് അന്ന് താരി ഉറങ്ങിയത്. ഉറക്കത്തിനിടയിൽ എപ്പോഴോ ഉണർന്ന ബിയാൻ താരിയെയും നോക്കി കിടന്നു. പിറ്റേ ദിവസം അമ്മാവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ബിയാൻ പള്ളിയിലെല്ലാം പോയി. അങ്ങനെ ഭക്ഷണശേഷം ഇവരെ യാത്രയാക്കിയ ശേഷം ബിയാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും തുല്യരാണ്. താരി ചോദിച്ചു, അതെങ്ങനെ? അതെ, നീ എൻ്റെ കുടുംബത്തെ സന്തോഷിപ്പിച്ചു, ഞാൻ നിന്റെ കുടുംബത്തെ സന്തോഷിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും തുല്യരാണ്.